എന്താ കുറെ മടിയിൽ കുറെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് അല്ലെ? ശിലാജിത്തിനെ കുറിച്ച്, അതുപോലെ കുങ്കുമപ്പൂവൊക്കെ ഉണ്ട്. ഇത് എന്താണ് ഇത് ഓരോ സാധനങ്ങൾ? നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുക. അതിന്റെ ഗുണങ്ങൾ എന്താണ്? ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഇഷ്ടംപോലെ മായം ചേർക്കലാണല്ലോ ഉള്ളത് എല്ലാ മേഖലയിലും. വെളിച്ചെണ്ണ മുതൽ എല്ലാ മേഖലയിലും മായം ചേർക്കല. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. അതാണ് എന്റെ ഉദ്ദേശവും. ഞാൻ ബിസിനസ് ചെയ്യണം എന്ന് വിചാരിച്ച ഒരാളല്ല. പക്ഷെ ഈ സഫ്രോണിന്റെ ബിസിനസ്സിലേക്ക് വരാൻ കാര്യം കാശ്മീരിൽ ജനിച്ചു വളർന്നവർക്ക് പോലും ഈ ഒരു സംഭവം അറിയില്ല. ഇത് ഇങ്ങനെയാണ് കണ്ടോ, ജട പിടിച്ചോണം, ഇതാണ് അതിന്റെ ഒറിജിനൽ ഫോം കുങ്കുമപ്പൂവിന്റെ. ഓക്കെ, അപ്പൊ ഒരു ചരിത്രം തേടി പോയപ്പോഴാണ് ഞാൻ ആ കർഷകരെ പരിചയപ്പെടുന്നതും അവരെനിക്ക് ഇത് വെച്ചിട്ടുള്ള ചായ തന്നു. പിന്നെ അപ്പൊ എനിക്ക് ഈ വൈറ്റും ഇതും എല്ലാം കണ്ടപ്പോ എനിക്ക് തോന്നി ഇതെന്താ അത്. അപ്പോഴാണ് അവര് പറഞ്ഞത് ഈ സംഭവം പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. പ്രോസസ്സ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇതാണ് കണ്ടേക്കണേ, കണ്ടോ, ഇതാണ് കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിൽക്കി പരന്ന് അത് ഇവിടെ ഇട്ടാ മനസ്സിലാവും അത് ശരിക്കും. ഇതേ സിൽക്കി, അത് ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. പിന്നെ പോയിട്ട് ഈ ഒരു സംഭവം ഉണ്ട്, ഇത് നല്ല മധുര, വേണമെങ്കിൽ ഒന്നും കഴിച്ചു നോക്കിക്കോളൂ. അത് ഉള്ളില് പോകുന്നതാണ്, അതായത് സൂര്യപ്രകാശം ഏൽക്കാത്തത്. അതും പാർട്ട് ഓഫ് സാഫ്രോൺ. അപ്പൊ ഇതിന് മധുരവും ഇതിനൊരു ചവർപ്പും കൂടിയുള്ളതാണ്. പക്ഷെ ഈ രണ്ട് കോമ്പിനേഷനും ഒന്നിച്ചുണ്ടായാലേ അതിന്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ, ആ ഫലം കിട്ടുക. അതുകൊണ്ട് ഇത് എന്താണ് ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ ഇതില് ഇങ്ങനെയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം. ഇതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ എനിക്ക് അറിയാം. ഇതിൽ കുറച്ച് ഓയിലൊക്കെ ചേർക്കുന്നത് ഇത്തിരി തൂക്കം കൂടുതലുണ്ടാവും. ഇതാണെങ്കിൽ പക്ഷെ കുറച്ച് വെയിറ്റ്ലെസ് ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ നാച്ചുറൽ എന്ത് സാധനവും ചീത്തയാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതാവുമ്പോ പ്രോസസ് ചെയ്തുകൊണ്ട് ചീത്തയാവില്ല. പക്ഷെ പ്രോസസ് ചെയ്യുമ്പോ കളർ ചേഞ്ച് ആവും, കാരണം ഇത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ട് അവര് പ്രോസസ് ചെയ്യണേ. അപ്പൊ ഈ മെറൂൺ കളർ പോയിട്ട് വേറെ കളർ ആകുമ്പോ അവര് റെഡ് കളർ ചേർക്കും. പക്ഷെ ഇത് ഒറിജിനൽ ആണ്. ഇനി പക്ക മൈദ കൊണ്ടുള്ളത് ഇവിടെ ഉണ്ട്, വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട. നോക്ക്, ഇതിൽ ഈ മഞ്ഞയൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ഞാൻ എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഈ പേപ്പർ എടുക്കാം, പേപ്പറിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ, അതായത് ഇതായാലും പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇതങ്ങനെ സ്പ്രെഡ് ആവില്ല. ഇത് നാച്ചുറൽ ആയ കളറ്, ഇതിൽ കളർ ആഡ് ചെയ്താത്തോണ്ട് കുറച്ച് പതുക്കെ വരുള്ളൂ. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് കാണാൻ വേണ്ടിട്ട്. അപ്പൊ നോക്കുമ്പോ ഇത് കുറച്ച് കഴിയുമ്പോ ബ്രൗൺ കളറിലേക്ക് മാറും, പിന്നെ വാനിഷ് ചെയ്യും, കളർ ഉണ്ടാവില്ല. ഇതിന് ചേഞ്ച് വരുന്നുണ്ട്. ഇത് ഒരു മാസം കഴിഞ്ഞാലും ഇത് കൂടി വരുള്ളൂ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും തോറും അത് മഞ്ഞ കളർ കൂടി വരും. അപ്പൊ ഇങ്ങനെ ഇരിക്കെ എനിക്കത് ഭയങ്കര സങ്കടമായി. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് കാണിച്ചാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കമ്പനിക്ക് മാത്രമാണ് കൊടുക്കണത്, മരുന്നുണ്ടാക്കാൻ. നമ്മുടെ ആയുർവേദ വയാഗ്ര ഉണ്ടാക്കാനാണ് മെയിൻലി ഇത് ഒറിജിനൽ. പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ടാക്കാനുമാണ്. അപ്പൊ ഇത് ചെയ്യണേക്കാൾ കൂടുതൽ ഇരട്ടി ഇത് ഉണ്ടെന്നാ പറയണേ ഇതിന്. ഇതൊന്ന് നോക്കാം നമുക്ക്, ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ തിരിച്ചറിയുന്നത്. ഇത് നമ്മുടെ ഒറിജിനൽ പ്രോസസ്ഡ് സഫ്രോൺ. ഇത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, സോറി, ഇത് പ്രോസസ് ചെയ്യാത്ത റോ. ഇനി നമ്മൾ പക്ക മൈദ കൊണ്ട് ഉണ്ടാക്കിയ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഞാനും കണ്ടായിരുന്നു ആരോ മൈദയുടെ ഇത് പറയുന്നത്. കണ്ടോ, ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, സെയിം ആണ്. വെളുത്ത നാരുണ്ട്, റെഡും ഉണ്ട്. അതാണ്. അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കാം, അപ്പൊ കാണാം അതിന്റെ. അവിടെ ഒഴിച്ചപ്പോഴേ എല്ലോ ആയി തുടങ്ങി ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ പ്രോസസ്ഡ് സഫ്രോൺ, മൈദ സഫ്രോൺ ആൻഡ് നമ്മുടെ സഫ്രോൺ. ഇത് കണ്ടോ, ഇത് കുറെ നാള് കഴിഞ്ഞിട്ട് കളറ് ഇതാവണുള്ളൂ. ഇത് പക്ഷെ ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും വാനിഷ് ചെയ്യുകയും ചെയ്യും, ഇതിന്റെ ബ്രൗൺ കളറിലേക്ക് മാറുകയും ചെയ്യും. അപ്പൊ പക്ക കെമിക്കലാന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇത് പതുക്കെ ഇളകണ്ടേ.
പതുക്കെ പതുക്കെ വരുള്ളൂ, സമയമെടുക്കും. അതേ സ്ഥാനത്ത് ഇതെല്ലാം ഇളകി കഴിഞ്ഞു. അത് എങ്ങനെയാ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. പ്രേക്ഷകർ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ വിചാരിക്കുന്നു. ഇതാണ് പ്രോസസ് ചെയ്യാത്ത ചേച്ചി സെയിൽസ് ചെയ്യണ ആളുകൾക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന ഒറിജിനൽ പ്രോസസ് ചെയ്യാത്ത കുങ്കുമപ്പൂവ്. ഇത് പ്രോസസ് ചെയ്താണ് അതിന്റെ അവിടെ പൂർണ്ണമായിട്ട് യെല്ലോ ആയി കഴിഞ്ഞു. ആ കളർ മായം ചേർക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതിൽ രണ്ടിലും ഉണ്ട് നല്ല കളർ. ഇത് പക്കാ ഡ്യൂപ്ലിക്കേറ്റ്, വെറും മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന വെറും നാരുകള്. ഇത് മാക്സിമം യെല്ലോ കളറിലേക്ക് എത്തിപ്പോ ഇതിന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. ഇത് വെറും മൈദ മാത്രമാണ്. ചോളത്തിന്റെ നാര് ചിലതില് സാഫ്ലവർ എന്ന് പറഞ്ഞൊരു ഫ്ലവർ ഉണ്ട്. ആ ഫ്ലവറും മായം ചേർക്കാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കളർ മറ്റുള്ളതും പറഞ്ഞാൽ എനിക്ക് എന്തോരോന്നും എനിക്കറിയില്ല. ഇതിലിപ്പോഴും ഒരു വ്യത്യാസം വന്നിട്ടില്ല, ചെറിയൊരു. ഇത് ഒരു മാസം ഇരുന്നാലും കൂടി കൂടി വരും, കളർ ഇളകുന്നില്ല, ഇളകാൻ താമസമുണ്ട്. അപ്പൊ കഴിക്കുമ്പോ പാലിലിട്ട് തിളപ്പിച്ച് കഴിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് സാഫ്രോൺ തിരിച്ചറിയാനുള്ള വഴി. അതായത് ഒറിജിനലിന് ഇത്തരത്തിലുള്ള കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. കൈകൊണ്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ വ്യത്യാസം ഇളകി വരുന്നേ ഉള്ളൂ. കണ്ടോ, ഇത് പക്ക ആയി. ഇത് കുറെ പെട്ടെന്നായി, പക്ഷെ ഇത്തിരി ഒരു ഇതുണ്ട് അല്ലെ, അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പ്രോസസ്സിൽ സാഫ്രോൺ ആണ്. പക്ഷെ ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ പെട്ടെന്ന് തൂങ്ങും. ഒരു 1/2 കിലോ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്, അതാണ് വരിക. പ്രോസസ് ചെയ്യാതിരിക്കുമ്പോ വെയിറ്റ് കുറയും ചെയ്യുമല്ലോ. ഇനി ഇതില് എങ്ങനെ പ്രോസസ് ചെയ്യണേന്ന് അടുത്തതിൽ ഞാൻ ഒരിക്കൽ കാണിച്ചു തരാം. കാരണം അവരെന്നോട് പലപ്പോഴും പറയും പ്രോസസ് ചെയ്യണ കാണിച്ചു തരാന്ന്. ഇതുവരെ കാണിച്ചിട്ടില്ല. നെക്സ്റ്റ് ടൈം പോകുമ്പോ ഞാൻ എന്തായാലും കണ്ടിട്ട് വരാം. അവര് കാണിച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ എടുത്താൽ മതി. തീർച്ചയായിട്ടും ആളുകൾക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പം പറയാനുള്ളത്, ഇതിപ്പം അതില്ലാതെ വൈറ്റ് ഇല്ലാതെ കിട്ടിയാലും ഇങ്ങനെയാണ്. അതിനൊരു ഷേപ്പ്ലെസ് ആണ്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഷേപ്പ്ലെസ് ആണ്. കളറ് ഇത് റെഡ് കളറാണ്, ഇത് മെറൂൺ കളറാണ്. ഇതില് ഈ പറഞ്ഞ വൈറ്റിഷ് ഒന്നുമില്ല. അപ്പോ മനസ്സിലാക്കേണ്ടത് ഈ റെഡ് കളറ്, ഇത് മെറൂൺ കളറ്, ഇത് ഇങ്ങനെ ഷേപ്പ്ലെസ് ആണ്. ഇത് കുറച്ച് യൂണിഫോംഡ് ആണ് അല്ലെ, പരന്നിരിക്കുന്നു. പിന്നെ ഇതിന്റെ തുമ്പത്ത് ഇതിങ്ങനെ പിടിച്ചു നോക്കിയാൽ അറിയാം, പോളന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ തുമ്പത്തൊക്കെ ഒരു മൈക്രോ സ്പോട്ട് ഉണ്ട്. അത് ഇതിന്റെ പൂമ്പൊടിയാണ്. ഇത് ഉഗ്രൻ വയാഗ്രം, ഉഗ്രൻ. അത് അവര് പറഞ്ഞു തന്ന കേട്ടോ, പൂമ്പൊടി മാത്രം. ആ പൂമ്പൊടി അങ്ങനത്തെ ഒരു അമൃതിന് തുല്യാന്ന് പറയുന്നത്. ഇവരതിന് ഞാൻ ചോദിക്കുമ്പോ അവര് തരാറില്ല. ഒരു സ്പൂണും പാലിലിട്ടിട്ട് തന്നിട്ട് ഈ വർഷത്തേക്ക് ഇത് മതി എന്ന് പറയും. അങ്ങനെ. പക്ഷെ നമ്മൾ കഴിക്കുമ്പോ ഇത് കൂടെ ഉണ്ട് ഇതിനകത്ത്, ആ സ്പോട്ട് ഇതിലുണ്ടല്ലോ. പക്ഷെ ഇതിൽ നിന്ന് അത് പോകും. ഇതൊക്കെയാണ് ഈ പ്രശ്നം. അതിന്റെ ചവറാണ് എന്ന് പറയാം അല്ലെ, വേസ്റ്റ് കളർ അടിച്ച് വിടുന്നതാണെന്ന് പറയാം പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ. ഇതിൽ അതിലൊന്നും ഇല്ലല്ലോ ആ സാധനങ്ങളൊന്നും. അതാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അതിനകത്ത് കാണില്ല. ഇത് മൈദയാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ. ഇനി പ്രോസസ് ചെയ്തത് ഇനി ഒറിജിനൽ പ്രോസസ് ചെയ്യാത്തത്. ഇനി ഇതില് വെള്ളം ഒറ്റിക്കുക അല്ലേ. ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. അപ്പൊ തന്നെ യെല്ലോ ആവുന്നുണ്ട് ഇപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, ഇത് കണ്ടില്ല പ്രേക്ഷകരെ. ഇത് കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, വെറും മൈദ. അതിൽ കളർ ചേർത്താൽ കളർ ഇളകുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത്. ഇനി ഇത് പ്രോസസ്സ് ചെയ്താണ്. അതും ഏകദേശം ആ കളർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രോസസ്സിങ്ങിലും മായം ചേർക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി കണ്ടോ, ഒന്നും ചെയ്യാത്ത, പ്രോസസ്സ് ചെയ്യാത്തത്. അതിലൊരു കളറിൻ്റെ ചേഞ്ചും അറിയാൻ പറ്റില്ല. കുറേ സമയം വെക്കുന്നതോറും അതിൻ്റെ റെഡ്, അതിൻ്റെ ആ സിൽക്കി കളർ കൂടുമെന്നല്ലാതെ ഒരു മായം കളർ നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലി ആണോ എന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. വെള്ളം മാത്രം ഉറ്റിച്ചാൽ മതി. കണ്ടില്ലേ, മൈദയുടെ അല്ലേ.
അതങ്ങനെ അങ്ങോട്ട് എല്ലാം ചാലിച്ച് നമ്മളെ അരച്ച് അവർ കാണിച്ചു തരും കേട്ടോ. മാവ് പോലെ ആയി അത്. ആ ഇനി ഇത് അല്ലെങ്കിൽ തന്നെ ഇളകി കണ്ടോ. മെൽറ്റ് ആവും അത് പെട്ടെന്ന്. ഇനി പ്രോസസ് ചെയ്യാത്തത് നാരായിട്ട് തന്നെ നിൽക്കും. ഇത് മരം പോലെ ഇരിക്കുക. എന്താ നമ്മൾ അത്രയും ഉണക്കും. ഇത് തിളപ്പിക്കണം ശരിക്കും, എന്നാലേ വരുള്ളൂ. ഇളകി തുടങ്ങി കണ്ടോ, പക്ഷെ സമയം എടുക്കും. ഇതാണ് വ്യത്യാസം.